സ്വന്തം കയ്യിൽ നിന്നും നയാ പൈസ മുടക്കാതെ വയനാടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ മുന്നിട്ടിറങ്ങിയപ്പോൾ രണ്ടും കൽപ്പിച്ച് പ്രതിരോധങ്ങളെ എതിർത്തുകൊണ്ട് വിമർശനങ്ങളെ തഴഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ മുൻപിലേക്ക് വന്ന് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി കൽപ്പറ്റ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമ്പോൾ ക്രെഡിറ്റ് അടിക്കുവാൻ വേണ്ടി വിളിക്കാത്ത കല്യാണത്തിന് കുമ്മനടിക്കാൻ പോകുന്നത് പോലെ പ്രിയങ്ക ഗാന്ധി ടൗൺഷിപ്പ് കാണുവാൻ വരുന്നൊരു വരക്കമുണ്ട്. എൻ്റെ പൊന്നോ, നിങ്ങളത് കാണണം. ഒരുളുപ്പുമില്ലാതെ ലെവലേശം പോലും നാണമില്ലാതെ വയനാടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ₹1 പോലും ചിലവാക്കാതെ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഈ PR തട്ടിപ്പില്ലേ, ഈ തട്ടിപ്പ് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം. And she has an option for expansion. You can answer it now later. Yeah, please build a staircase. Yes. That's a good idea. Yeah. In case if they do want to Then they can do it themselves. They can do it. They have permission to build? Yes, they do. This is one of the. With our ഒരു ഭാഗത്ത് വയനാടിലെ ദുരിതബാധിതർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ പിണറായി സർക്കാരിനെ തെറിവിളിച്ചും അപമാനിച്ചും പരദൂഷണം പറഞ്ഞും പുതുയുഗ യാത്രയിൽ നെഞ്ചും വിരിച്ച് നുണകൾ വിളമ്പിക്കൊണ്ട് നുണേശം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടക്കുമ്പോൾ, മറുഭാഗത്ത് ഉഡായിപ്പുകളിലൂടെ ജനങ്ങളെ സുഖിപ്പിച്ച് പ്രധാനമന്ത്രി കസേരയിലേക്ക് ഓടിക്കയറുവാനിരിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാട്ടുന്ന PR നാടകവും. ഇതിൽ പരം തെളിവുകൾ എന്താണ് വേണ്ടത്? സാധാരണക്കാരന് വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചിലവാക്കാതെ, ഒരു നയാ പൈസ ചിലവാക്കാതെ, ഒരു ഉളുപ്പുമില്ലാതെ അധ്വാനിച്ച് ആ സാധാരണക്കാർക്ക് വേണ്ടി നിരത്തിലിറങ്ങി കേവലം ചങ്കൂറ്റവും ആ ജനങ്ങളെ സംരക്ഷിക്കണമെന്നൊരു ഉറപ്പും മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് പിണറായി സർക്കാർ ഇത്തരത്തിലൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവസാന നിമിഷം ക്രെഡിറ്റ് അടിക്കാൻ വരുന്ന ഇത്തരം കുമ്മനടിക്കാരെയൊക്കെ വേറെന്തു പറയാനാണ്? പ്രിയങ്ക ഗാന്ധി മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയെ ചുറ്റിപ്പറ്റി കേരളത്തിലെ സിത്തിക്കടങ്ങുന്ന ഉഡായിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ സഹിതം വയനാട് ടൗൺഷിപ്പിലുണ്ട്. ഇവർക്കൊന്നും ലേശം നാണമാകുന്നില്ലേ എന്നത് മാത്രമാണ് ചോദ്യം. എന്നാലും ശരി, പറയേണ്ടത് പറയണമല്ലോ. പ്രിയങ്ക ഗാന്ധി വന്ന് കണ്ടതും സർക്കാരിൻ്റെ ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ ക്യാമറകളെ വിളിച്ചു വരുത്തി ഞാനെന്തോ വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടി മലമറിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുവാനുള്ള ഇത്തരം ഉഡായിപ്പ് പ്രചരണങ്ങളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വീഴാൻ പോകുന്നില്ല. കാരണം പിണറായി സർക്കാർ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഓരോ പൗരനുമുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ PR പണികളൊക്കെ നടക്കട്ടെ. ഒരു ഭാഗത്ത് സർക്കാരിനെ കുറ്റം പറയുന്ന സതീശൻ്റെ പുതുയുഗ യാത്രയും, മറുഭാഗത്ത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ അവസാന ലാപ്പിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കുവാൻ വേണ്ടി PR കൊട്ടേഷനുമായി വരുന്ന ഗാന്ധി കുടുംബവുമുണ്ട്. എന്തായാലും ശരി, പിണറായി സർക്കാരിൻ്റെ ജനക്ഷേമ പരിപാടികളെ തകർക്കുവാൻ നിങ്ങളെ കൊണ്ടൊന്നും ഈ ജന്മമല്ല 1000 ജന്മമെടുത്താലും സാധിക്കില്ല എന്ന് മാത്രം ചിന്തിച്ചോളൂ, അല്ല മനസ്സിലാക്കിക്കോളൂ.